പറഞ്ഞു വരുമ്പോൾ ഉണ്ടാക്കുന്നത് മന്തിൻ്റെ ഏട്ടത്തെ അനിയത്തിയൊക്കെ ആയിട്ട് വരും കേട്ടോ. ഹനീത്താണ് ഉണ്ടാക്കി. അതിനുവേണ്ടി ചിക്കനിലേക്ക് മന്തി മസാല അതുപോലെ തന്നെ മാഗി ക്യൂബ് ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിലോട്ട് ഓയിലും വെള്ളം കൂടി ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതേ സമയത്ത് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ചിട്ട് ആ ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അരി വേവിക്കുമ്പോൾ അരിൻ്റെ അളവിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് വെള്ളാട്ടോ വേണ്ടത്. ഇതിൻ്റെ വിധ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് ഹോൾ സ്പൈസസും ഉണക്ക നാരങ്ങയും പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിലോട്ട് അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ കബ്സ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് റൈസ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഓയിലിൽ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അരിൻ്റെ മുകളിൽ നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ സാധനം സെറ്റായി. അപ്പോൾ ഓക്കെ, ബൈ.